നേരെ ഫ്ലാറ്റിലേക്ക് കയറിയപ്പം സുരേന്ദ്രൻ സാർ അവിടെ ഉണ്ടായിരുന്നു. കൂടെ വേറെ ഒരു അസിസ്റ്റൻസ് ആണെന്ന് തോന്നുന്നു, നമുക്കറിയില്ല. ഒരു 3-4 പേര് വേറെയും ഉണ്ടായിരുന്നു അവിടെ. നേരിട്ട് കഥ പറഞ്ഞോളാൻ പറഞ്ഞു. ഒന്നാമത് കഥ പറഞ്ഞിട്ട് നമുക്ക് യാതൊരു പരിചയമില്ല. കൈയൊക്കെ വിറച്ചിട്ട് നമ്മൾ ആ 3 കോൺസെപ്റ്റും അവിടെ പറഞ്ഞു അല്ലേ. അതിൽ ആദ്യത്തത് പുള്ളിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു. രണ്ടാമത് നമ്മൾ പറഞ്ഞത് അവിടെ സ്ട്രൈക്ക് ആയി തോന്നുന്നു. പുള്ളി നമ്മളെ നമ്പർ ഒരു മൈസൂർ കല്യാണം ബേസ് ചെയ്തൊരു സ്റ്റോറി ആയിരുന്നു പറഞ്ഞത്. നിങ്ങളെ നമ്പർ, ഷിനോദിന്റെ നമ്പർ അവിടെ നോട്ട് ചെയ്തു, നമ്മളോട് വിളിക്കാന്ന് പറഞ്ഞ് നമ്മളെ തിരിച്ചുവിടുകയാണ് ചെയ്യുന്നത്. പക്ഷെ അതിനുശേഷം നമുക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയി. പിന്നെ നമ്മൾ തന്നെ ഒരുപാട് കഥ പറയാൻ വേണ്ടിയിട്ട് ഒരുപാട് കഥകൾ നമ്മൾ ഓർക്കൂട്ട് മാറി ഫേസ്ബുക്ക് വന്ന് എനിക്ക് തോന്നുന്നു ആ സമയത്തുള്ള ഒരുവിധം ഡയറക്ടേഴ്സിന് മൊത്തം നമ്മൾ മെസ്സേജ് ചെയ്തിട്ടുണ്ട്, ചാറ്റിൽ മെസ്സേജ് ചെയ്തിട്ടുണ്ട്. നമ്മളടുത്ത് കഥ ഉണ്ട്, വന്ന് സംസാരിക്കാനുള്ള ഒരു ചാൻസ് തരുമോ എന്നുള്ളത്. പലരും റിപ്ലൈ ചെയ്യും, വരാൻ പറയും. എനിക്ക് തോന്നുന്നു അവിടുന്ന് അങ്ങോട്ടേക്ക് ഒരു 5-6 മാസം നമ്മൾ അധികം ശനിയും ഞായറും എറണാകുളത്തേക്കുള്ള പോക്കായിരുന്നു. പല ഡയറക്ടേഴ്സിനോടും കഥ പറയും. അത് ഓർമ്മ ഉണ്ടാവും, ട്രെയിനിലൊക്കെ നമ്മളിങ്ങനെ പറ്റി പിടിച്ച് ബാത്റൂമിലൊക്കെ നിന്ന് ആലോചിക്കുമ്പോൾ നല്ല രസമുള്ള പരിപാടിയാണ്. അറിയായിരുന്നു എന്താ അറിയോ, എന്തെങ്കിലും ഒരു ദിവസം നമ്മൾ രക്ഷപ്പെടും, അന്ന് നമുക്ക് ഓർക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് പോകും. ഡയറക്ടേഴ്സിനോട് കഥ പറയും, ഞായറാഴ്ച തിരിച്ചു വരും, തിങ്കളാഴ്ച പിന്നെയും ഓഫീസിൽ കയറും. അതിൻ്റെ ഇടയിൽ ഓഫീസിലുള്ള ഷൂട്ടും പരിപാടികളൊക്കെ ചെയ്യും. ഇത് ഇല്ല, ഒരു 1.5 വർഷം തന്നെയായിരുന്നു ഇത് തന്നെയായിരുന്നു നമ്മളെ പരിപാടി.